ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. പരമഗുരുവേ പരിശുദ്ധ ബോധമേ അഗതികൾക്കാശ്രയം തൃപ്പാദമേ. പരമഗുരുവേ പരിശുദ്ധ ബോധമേ അഗതികൾക്കാശ്രയം തൃപ്പാദമേ. ഗരിയേയൻ ജീവനിൽ തുണയേ പരമാത്മ പാദമിന്നടിയങ്ങൾ വന്ദിക്കുന്നേ. ഗതിയേയൻ ജീവനിൽ തുണയേ പരമാത്മ പാദമിന്നടിയങ്ങൾ വന്ദിക്കുന്നേ. അടിമയിൽ തന്നെ ജനിച്ചു ജീവിച്ചൊരു സമയമേഴകൾ ഓർത്തിടുന്നേ. അടിമന്തുകം തകർത്തടിമയൊഴിച്ചൊരു തിരുമേനി കണ്ടിത കൈതൊഴുന്നേ. അടിമന്തുകം തകർത്തടിമയൊഴിച്ചൊരു തിരുമേനി കണ്ടിത കൈതൊഴുന്നേ. അറിവുള്ളിൽ ചേർത്തന്നിൽ പാദം ചെയ്യുന്നൊരു പരിശുദ്ധ ശക്തിയെ ഓർത്തിടുന്നേ. മനഃശക്തിയില്ലാതെ വലയുമീഴയ ചെറിയ കൂട്ടങ്ങളെ കൈവിടലേ. മനഃശക്തിയില്ലാതെ വലയുമീഴയ ചെറിയ കൂട്ടങ്ങളെ കൈവിടലേ. മനസ്സാ വാചാ കർമ്മ പിഴകൾ തിരുത്തുവാൻ അഗതികൾക്കാശ്രയം വേറെയില്ലേ. മനസ്സാ വാചാ കർമ്മ പിഴകൾ തിരുത്തുവാൻ അഗതികൾക്കാശ്രയം വേറെയില്ലേ. ശാന്തിയടിയങ്ങൾക്ക് ഗണമേ മനഃശാന്തിയായി ഞങ്ങളിൽ വാഴണമേ. ശാന്തിയടിയങ്ങൾക്ക് ഗണമേ മനഃശാന്തിയായി ഞങ്ങളിൽ വാഴണമേ. പരമഗുരുവേ പരിശുദ്ധ ബോധമേ അഗതികൾക്കാശ്രയം തൃപ്പാദമേ. അഗതികൾക്കാശ്രയം തൃപ്പാദമേ. അഗതികൾക്കാശ്രയം തൃപ്പാദമേ.
നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപമൊഴിച്ചിടുവാൻ. നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപമൊഴിച്ചിടുവാൻ. നാരായണ തിരുനാമങ്ങൾ ലോകത്തിൽ ഘോഷിക്കുമാറായല്ലോ. നാരായണ തിരുനാമങ്ങൾ ലോകത്തിൽ ഘോഷിക്കുമാറായല്ലോ. നാരിമാരും നരന്മാരും ശിശുക്കളും ഒന്നായി സ്തുതിച്ചിടുന്നേ. നാരിമാരും നരന്മാരും ശിശുക്കളും ഒന്നായി സ്തുതിച്ചിടുന്നേ. ആനന്ദം പാടി അകമതിലാശ്വാസം എപ്പോഴും കാണുന്നുണ്ട്. ആനന്ദം പാടി അകമതിലാശ്വാസം എപ്പോഴും കാണുന്നുണ്ട്. നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപമൊഴിച്ചിടുവാൻ. നാരായണ തിരുനാമങ്ങൾ ലോകത്തിൽ ഘോഷിക്കുമാറായല്ലോ. ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നാൾ വരെ നാമസ്തുതിച്ചിടും ഞാൻ. ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നാൾ വരെ നാമസ്തുതിച്ചിടും ഞാൻ. രോഗശാന്തിയതും ഭൂതശാന്തിയതും പാപശാന്തിയും കിട്ടി. രോഗശാന്തിയതും ഭൂതശാന്തിയതും പാപശാന്തിയും കിട്ടി. നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപമൊഴിച്ചിടുവാൻ. നാരായണ തിരുനാമങ്ങൾ ലോകത്തിൽ ഘോഷിക്കുമാറായല്ലോ.
അഖിലാണ്ട ശോഭിതമാം പരമാത്മരൂപം എൻ്റെ അകതാരിൽ കണ്ടിടുമ്പോൾ ആനന്ദം. അഖിലാണ്ട ശോഭിതമാം പരമാത്മരൂപം എന്റെ അകതാരിൽ കണ്ടിടുമ്പോൾ ആനന്ദം. ആനന്ദം നിത്യാനന്ദം, ആനന്ദം പരമാനന്ദം, പരമാത്മാധിവാസത്താൽ ആനന്ദം. ആനന്ദം നിത്യാനന്ദം, ആനന്ദം പരമാനന്ദം, പരമാത്മാധിവാസത്താൽ ആനന്ദം. ആത്മനാഥൻ വന്നു ആത്മജ്ഞാനം തന്നു, ആത്മനാഥൻ വന്നു ആത്മജ്ഞാനം തന്നു. ആത്മാവിലാനന്ദമായി വാഴുന്ന നാഥനല്ലു. ആത്മനാഥൻ വന്നു ആത്മജ്ഞാനം തന്നു, ആത്മാവിലാനന്ദമായി വാഴുന്ന നാഥനല്ലോ. ആത്മശുദ്ധി വരുത്തി ആത്മബോധം വരുത്തി, ആത്മശുദ്ധി വരുത്തി ആത്മബോധം വരുത്തി, ബോധമായ ആത്മാക്കളിൽ വാഴുന്നു ആത്മനാഥൻ. ബോധമായ ആത്മാക്കളിൽ വാഴുന്നു ആത്മനാഥൻ. ആത്മബോധം ഉദിച്ചു ഭേദബുദ്ധി മറന്നു, ആത്മബോധമുദിച്ചു ഭേദബുദ്ധി മറന്നു. ആത്മാവിൽ കളിയാടുന്ന ആനന്ദരൂപനിവൻ. ആത്മാവിൽ കളിയാടുന്ന ആനന്ദരൂപനിവൻ. ജന്മപാപം ഒഴിഞ്ഞു കർമ്മദോഷം അകന്നു, ജന്മപാപമൊഴിഞ്ഞു കർമ്മദോഷമകന്നു. ജീവന്റെ ഉടമസ്ഥനൻ ആത്മാവിൽ ആനന്ദിപ്പു. ജീവന്റെ ഉടമസ്ഥനും ആത്മാവിൽ ആനന്ദിപ്പൂ. അഖിലാണ്ട ശോഭിതമാം പരമാത്മരൂപം എൻ്റെ അകതാരിൽ കണ്ടിടുമ്പോൾ ആനന്ദം. അഖിലാണ്ട ശോഭിതമാം പരമാത്മരൂപം എന്റെ അകതാരിൽ കണ്ടിടുമ്പോൾ ആനന്ദം. അറിവുള്ളോരുള്ളത്തിൽ ഗുരുവുണ്ടെന്നുള്ളത് സത്യം. ആത്മാക്കളിൽ കളിയാടും പരനേ എന്നുടെ ഭഗവാനെ. അറിവുള്ളോരുള്ളത്തിൽ ഗുരുവുണ്ടെന്നുള്ളത് സത്യം. ആത്മാക്കളിൽ കളിയാടും പരനേ എന്നുടെ ഭഗവാനെ.
അകമേ അങ്ങയെ കാൺകേ മതിമറന്നേ ഞാൻ സുഖിക്കുന്നു. അകമേ അങ്ങയെ കാൺകേ മതിമറന്നേ ഞാൻ സുഖിക്കുന്നു. അതിലും വലുതായൊന്നും ഈ ഭൂമിയിൽ കാണുന്നില്ല. അതിലും വലുതായൊന്നും ഈ ഭൂമിയിൽ കാണുന്നില്ല. അറിവുള്ളോരുള്ളത്തിൽ ഗുരുവുണ്ടെന്നുള്ളതു സത്യം. ആത്മാക്കളിൽ കളിയാടും പരനേ എന്നുടെ ഭഗവാനേ. അറിവുള്ളോരുള്ളത്തിൽ ഗുരുവുണ്ടെന്നുള്ളതു സത്യം. ആത്മാക്കളിൽ കളിയാടും പരനേ എന്നുടെ ഭഗവാനേ. അങ്ങില്ലാതൊരു നാളും അടിയനു ജീവിതമൊന്നില്ല. അങ്ങില്ലാതൊരു നാളും അടിയനു ജീവിതമൊന്നില്ല. അതിനാലകമേ എന്നും കളിയാടുകയൻ ഗുരുനാഥ. അതിനാലകമേ എന്നും കളിയാടുകയൻ ഗുരുനാഥ. എൻ ഗുരുനാഥ. അറിവുള്ളോരുള്ളത്തിൽ ഗുരുവുണ്ടെന്നുള്ളതു സത്യം. ആത്മാക്കളിൽ കളിയാടും പരനേ എന്നുടെ ഭഗവാനേ. അറിവുള്ളോരുള്ളത്തിൽ ഗുരുവുണ്ടെന്നുള്ളതു സത്യം. ആത്മാക്കളിൽ കളിയാടും പരനേ എന്നുടെ ഭഗവാനേ. പരനേ എന്നുടെ ഭഗവാനേ. ബോധമാണീശ്വരൻ ആത്മാത്മപ്രകാശമായി വാഴുന്നു. ഉത്കൃഷ്ടബോധമാണീശ്വരൻ ആത്മാത്മപ്രകാശമായി വാഴുന്നു. അന്ധത ആത്മാവിൽ വന്നിടാതെന്നും ആത്മപ്രകാശമായി വാഴുന്നു. അന്ധത ആത്മാവിൽ വന്നിടാതെന്നും ആത്മപ്രകാശമായി വാഴുന്നു. ആത്മപ്രകാശമായി വാഴുന്നു. മായയും മർത്യനും ഒന്നായി ലോകജീവിതം ചെയ്യുന്ന കാലത്ത്, മായയും മർത്യനും ഒന്നായി ലോകജീവിതം ചെയ്യുന്ന കാലത്ത്, മായാസംഹാരം ചെയ്തിടുവാൻ ബോധമാത്മാവിൽ വന്നങ്ങുദിക്കുന്നു. മായാസംഹാരം ചെയ്തിടുവാൻ ബോധമാത്മാവിൽ വന്നങ്ങുദിക്കുന്നു. ബോധമാത്മാവിൽ വന്നങ്ങുദിക്കുന്നു. സൂക്ഷ്മസ്വരൂപനാണീശ്വരൻ, സൂക്ഷ്മസ്വരൂപനാണീശ്വരൻ, അത് ബോധമായി വാഴുന്നു ആത്മാവിൽ.
ആത്മാവിൽ ബോധമുദിക്കാതെ തൻ്റെ ഈശ്വരരൂപത്തെ കാണുമോ? ഈശ്വരരൂപത്തെ കാണുമോ? ഓരോ യുഗത്തിലും ലോകത്തിൽ ബോധം അവതാരമായിട്ടുദിക്കുന്നു. ഓരോ യുഗത്തിലും ലോകത്തിൽ ബോധം അവതാരമായിട്ടുദിക്കുന്നു. ബോധം കൂടാതൊരവതാരം ലോകെ വരുവാനില്ലെന്നങ്ങറിയണം, വരുവാനില്ലെന്നങ്ങറിയണം. ആദിയും അന്തവും ബോധം താൻ, എന്നും ആത്മാവിൽ വാഴുന്ന ബോധം താൻ. ആദിയും അന്തവും ബോധം താൻ, എന്നും ആത്മാവിൽ വാഴുന്ന ബോധം താൻ. ബോധത്താൽ ചെയ്യുന്ന കർമ്മത്താലെന്നും ആനന്ദിച്ചിടുന്നു ആത്മാവ്, ആനന്ദിച്ചിടുന്നു ആത്മാവ്. ബോധം വാഴുന്നതാത്മാവിൽ, കർമ്മം ചെയ്യുവാനുള്ളത് കായവും. ബോധം വാഴുന്നതാത്മാവിൽ, കർമ്മം ചെയ്യുവാനുള്ളത് കായവും. കായകർമ്മങ്ങളിലൊക്കെയും ബോധം വാഴുന്നതെപ്പോഴും ആനന്ദം, വാഴുന്നതെപ്പോഴും ആനന്ദം. ഉത്കൃഷ്ടബോധമാണീശ്വരൻ, ആത്മാത്മപ്രകാശമായി വാഴുന്നു. ഉത്കൃഷ്ടബോധമാണീശ്വരൻ, ആത്മാത്മപ്രകാശമായി വാഴുന്നു. അന്ധത ആത്മാവിൽ വന്നിടാതെന്നും ആത്മപ്രകാശമായി വാഴുന്നു. അന്ധത ആത്മാവിൽ വന്നിടാതെന്നും ആത്മപ്രകാശമായി വാഴുന്നു, ആത്മപ്രകാശമായി വാഴുന്നു. കേൾക്കണമേ ഈശാ, പ്രാർത്ഥന കേൾക്കണമേ. ഈ ലോകമാകെ സൃഷ്ടിച്ച ദേവാ, പ്രാർത്ഥന കേൾക്കണമേ. എൻ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥന കേൾക്കണമേ ഈശാ, പ്രാർത്ഥന കേൾക്കണമേ. ഈ ലോകമാകെ സൃഷ്ടിച്ച ദേവാ, പ്രാർത്ഥന കേൾക്കണമേ. എൻ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥന കേൾക്കണമേ. ഏഴയാമെന്നിൽ കരുണയുണ്ടാകണേ, ദുഃഖങ്ങൾ തീർക്കാൻ കനിയണമേ. ഏഴയാമെന്നിൽ കരുണയുണ്ടാകണേ, ദുഃഖങ്ങൾ തീർക്കാൻ കനിയണമേ. ലോകത്തിൽ നിന്നെന്നെ രക്ഷിപ്പതിനായി സർവേശ്വരാ നീ കനിയണമേ. സർവേശ്വരാ
സർവേശ്വര നീ കനിയണമേ, സർവേശ്വര നീ കനിയണമേ. പ്രാർത്ഥന കേൾക്കണമേ ഈശാ, പ്രാർത്ഥന കേൾക്കണമേ. ഈ ലോകമാകെ സൃഷ്ടിച്ച ദേവാ, പ്രാർത്ഥന കേൾക്കണമേ, എൻ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥന കേൾക്കണമേ. പാപം നീക്കി ശാപം പോക്കി മോഹം തീർക്കാനരുളുക നീ. പാപം നീക്കി ശാപം പോക്കി മോഹം തീർക്കാനരുളുക നീ. ഈ ജന്മമെല്ലാം കാത്തിടുവാനായി നീയല്ലാതാരും എനിക്കില്ല, നീയല്ലാതാരും എനിക്കില്ല, നീയല്ലാതാരും എനിക്കില്ല. പ്രാർത്ഥന കേൾക്കണമേ ഈശാ, പ്രാർത്ഥന കേൾക്കണമേ. ഈ ലോകമാകെ സൃഷ്ടിച്ച ദേവാ, പ്രാർത്ഥന കേൾക്കണമേ, എൻ പ്രാർത്ഥന കേൾക്കണമേ. ഹൃദയ പങ്കജം വികസിപ്പിക്കുന്നതാ പരമാത്മാവിൻ തിരുനാമം, പരമാത്മാവിൻ തിരുനാമം. ഹൃദയ പങ്കജം വികസിപ്പിക്കുന്നതാ പരമാത്മാവിൻ തിരുനാമം, പരമാത്മാവിൻ തിരുനാമം. അനുഭവമില്ലാത്ത മനുഷ്യർക്കൊന്നും അറിയിലവന്റെ തൂമഹിമ. അനുഭവമില്ലാത്ത മനുഷ്യർക്കൊന്നും അറിയിലവന്റെ തൂമഹിമ. തിരുനാമ കീർത്തനമൂരുവിടുവോർക്കെല്ലാം അരുകിലവൻ വന്നിരുന്നീടും, പരമാനന്ദം തന്നീടും. തിരുനാമ കീർത്തനമൂരുവിടുവോർക്കെല്ലാം അരുകിലവൻ വന്നിരുന്നീടും, പരമാനന്ദം തന്നീടും. ഹൃദയ പങ്കജം
വികസിപ്പിക്കുന്നതാ പരമാത്മാവിൻ തിരുനാമം, പരമാത്മാവിൻ തിരുനാമം. ചിന്തയിലടിഞ്ഞൊരഴുക്കുകൾ 1000 ആറ്റിൽ കുളിച്ചാലും പോവില്ല. ചിന്തയിലടിഞ്ഞൊരഴുക്കുകൾ 1000 ആറ്റിൽ കുളിച്ചാലും പോവില്ല. ഒരിക്കലവൻ നാമം ലയിച്ചു ചൊന്നാൽ അകതാരിൽ ശുദ്ധത വന്നിടും, പരമാനന്ദം തന്നിടും. ഒരിക്കലവൻ നാമം ലയിച്ചു ചൊന്നാൽ അകതാരിൽ ശുദ്ധത വന്നിടും, പരമാനന്ദം തന്നിടും. ഹൃദയ പങ്കജം വികസിപ്പിക്കുന്നതാ പരമാത്മാവിൻ തിരുനാമം, പരമാത്മാവിൻ തിരുനാമം. ഹൃദയ പങ്കജം വികസിപ്പിക്കുന്നതാ പരമാത്മാവിൻ തിരുനാമം, പരമാത്മാവിൻ തിരുനാമം, പരമാത്മാവിൻ തിരുനാമം. ബോധമാണീശ്വരൻ ആത്മാത്മപ്രകാശമായി വാഴുന്നു. ഉത്കൃഷ്ടബോധമാണീശ്വരൻ ആത്മാത്മപ്രകാശമായി വാഴുന്നു. അന്ധത ആത്മാവിൽ വന്നിടാതെന്നും ആത്മപ്രകാശമായി വാഴുന്നു. അന്ധത ആത്മാവിൽ വന്നിടാതെന്നും ആത്മപ്രകാശമായി വാഴുന്നു. ആത്മപ്രകാശമായി വാഴുന്നു. മായയും മർത്യനും ഒന്നായി ലോകജീവിതം ചെയ്യുന്ന കാലത്ത്, മായയും മർത്യനും ഒന്നായി ലോകജീവിതം ചെയ്യുന്ന കാലത്ത്, മായാസംഹാരം ചെയ്തിടുവാൻ ബോധമാത്മാവിൽ വന്നങ്ങുദിക്കുന്നു. മായാസംഹാരം ചെയ്തിടുവാൻ ബോധമാത്മാവിൽ വന്നങ്ങുദിക്കുന്നു. ബോധമാത്മാവിൽ വന്നങ്ങുദിക്കുന്നു. സൂക്ഷ്മസ്വരൂപനാണീശ്വരൻ, സൂക്ഷ്മസ്വരൂപനാണീശ്വരൻ, അത് ബോധമായി വാഴുന്നു ആത്മാവിൽ. ആത്മാവിൽ ബോധമുദിക്കാതെ തൻ്റെ ഈശ്വരരൂപത്തെ കാണുമോ? ഈശ്വരരൂപത്തെ കാണുമോ? ഓരോ യുഗത്തിലും ലോകത്തിൽ ബോധം അവതാരമായിട്ടുദിക്കും.
എങ്കിലും ലോകത്തിൽ ബോധം അവതാരമായിട്ടുദിക്കുന്നു. ബോധം കൂടാതൊരവതാരം ലോകെ വരുവാനില്ലെന്നങ്ങറിയണം, വരുവാനില്ലെന്നങ്ങറിയണം. വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ നാഥ, മാറ്റമില്ലാതെന്നും വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ നാഥ, ഭൂതലത്തിലെന്നും വാഴണമേ നാഥ. ആദർശപുരുഷന്റെ ആശ്രമമാണിത്, ആദർശപുരുഷന്റെ ആശ്രമമാണിത്, ആ ലോകം ഈ ലോകം ഇതു തന്നാശ്രമമോ, ആദർശപുരുഷന്റെ ആശ്രമമാണിത്, ആ ലോകം ഈ ലോകം ഇതു തന്നാശ്രമമോ, ആ ലോകം പ്രകൃതിയെല്ലാം ഉപകരണങ്ങൾ, പ്രകൃതിയെല്ലാം ഉപകരണങ്ങൾ, പ്രമാണങ്ങളും ഇതുതാനെന്നോ, ആദർശപുരുഷന്റെ ആശ്രമമാണിത്, ആദർശപുരുഷന്റെ ആരാധിപ്പവരിവിടെ വരേണോ, ഏകോപിക്കണം ഇവനുടെ അറിവാലേകോ, ആദർശപുരുഷന്റെ ആശ്രമമാണിത്, ആ ലോകം ഈ ലോകം ഇതു തന്നാശ്രമമോ, സർവപ്രകൃതികൾക്കും ഉടമസ്ഥനായ സർവേശ്വരനാൽ സ്ഥാപിക്കപ്പെട്ടതാണ് ആത്മബോധോദയ സംഘം. അതിശ്രേഷ്ഠമായ അറിവിനാൽ സ്ഥാപിച്ച ആദർശ സ്ഥാപനം. അതിശ്രേഷ്ഠമായ അറിവ് സദ്ഗുരുവിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നതാണ്. ആ സദ്ഗുരു തന്നെ അവതാരമായി വന്ന് സ്ഥാപിച്ചത് കൊണ്ടാണ് അതിശ്രേഷ്ഠമായ അറിവിനാൽ ഈ ആദർശം സ്ഥാപിക്കുവാനിടയായത്. ഈ ആദർശ സ്ഥാപനത്തിൽ ഇപ്പോൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നിങ്ങൾ എത്തിച്ചേർന്ന് ഇരുമുടിക്കെട്ടുകളും വിവിധ വിധത്തിലുള്ള നേർച്ച കാഴ്ച വസ്തുക്കളും
നേർച്ച കാഴ്ച വസ്തുക്കളും ദക്ഷിണകളും എല്ലാം അർപ്പിച്ച് നിങ്ങൾ കാത്തിരുന്ന് അഥവാ ഒത്തിരുന്ന് ഇങ്ങനെ ആരാധിക്കാൻ ഇടയായത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇപ്രകാരം ഒത്തിരുന്ന് ആരാധിക്കാൻ ഇടയായത് ആ എന്തുകൊണ്ടാണ്? ആത്മനാഥൻ തന്ന അറിവിനെ അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ്. ആത്മനാഥൻ തന്നെ അറിവിനെ അനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഏകോപിക്കണം ഇവനുടെ അറിവാൽ. ഏകോപിക്കണം ഇവരുടെ ആ അറിവിനാലാണ് നമ്മൾ ഏകോപിക്കേണ്ടത്. അറിവിനാലാണ് നമ്മൾ ഏകോപിക്കുന്നത്. ഏകോപിച്ചു നമ്മൾ ഏകോപിച്ചു ഏകസ്വരൂപന്റെ ജ്ഞാനങ്ങളാൽ. ഏകോപിച്ചു നമ്മൾ ഏകോപിച്ചു ഏകോപിച്ചു നമ്മൾ ഏകോപിച്ചു ഏകസ്വരൂപന്റെ ജ്ഞാനങ്ങളാൽ. സർവ്വതും സൃഷ്ടിച്ച സൃഷ്ടിതാവ് നൽകുന്ന ജ്ഞാനം ഇതോർത്തുകൊള്ളുക. സർവ്വതും സൃഷ്ടിച്ച സൃഷ്ടിതാവ് നൽകുന്ന ജ്ഞാനം ഇതോർത്തുകൊള്ളുക. ജ്ഞാനം വഴിയായി ജീവിച്ചെന്നാൽ ആത്മാവിൽ ബോധമുദയമാകുമോ? ജ്ഞാനം വഴിയായി ജീവിച്ചെന്നാൽ ആത്മാവിൽ ബോധമുദയമാകുമോ? ആത്മബോധോദയം സംഭവിച്ചാൽ സദ്ഗുരു രൂപത്തെ കണ്ടെത്തിടാം. ആത്മബോധോദയം സംഭവിച്ചാൽ സദ്ഗുരു രൂപത്തെ കണ്ടെത്തിടാം. അപ്പോൾ സർവചരാചരങ്ങൾക്കും ഉൾപ്പൊരുളായി നിൽക്കുന്ന സർവ്വചരാചരങ്ങൾക്കും ഉൾപ്പൊരുളായി നിൽക്കുന്ന ആ യഥാർത്ഥ ജ്ഞാനം, ആ യഥാർത്ഥ ജ്ഞാനം, അതാണ് സദ്ഗുരുവായി ലോകത്തിലേക്ക് അവതാരമായി വന്നിരിക്കുന്നത്. അതാണ് സദ്ഗുരുവായി ലോകത്തിലേക്ക് തിരുവതാരമായി വന്നത്. ആ സദ്ഗുരുവിനെ സ്ഥാപിച്ച് ആ സദ്ഗുരുവിനെ സ്ഥാപിച്ച് നടത്തുന്നത് കൊണ്ടാണ് നടത്തുന്നതുകൊണ്ടാണ് ഭേദബുദ്ധികളില്ലാതെ ഈ ആദർശം മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്നത്. ഭേദബുദ്ധികളില്ലാതെ ഈ ആദർശം മുന്നോട്ട് നയിക്കുവാൻ കഴിയും. ജാതിമത ഭേദബുദ്ധികളൊന്നും കൂടാതെ, ജാതിമത ഭേദബുദ്ധികളൊന്നും കൂടാതെ, വർഗവർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ, വർഗ്ഗവർണ്ണ വ്യത്യാസങ്ങളൊന്നും പണ്ഡിത കൂടാതെ, പാമര വ്യത്യാസമില്ലാതെ പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ ഈ വിധത്തിൽ ഒന്നായി ചേർന്ന് നിന്ന് നമുക്ക് ആനന്ദിക്കാൻ കഴിയുന്നത് ജീവിതത്തിൽ ഒന്നായി ചേർന്ന് നമുക്ക് ആനന്ദിക്കാൻ കഴിയുന്നത് പരമഗുരു അനുവദിച്ചു തന്ന ദിവ്യജ്ഞാനങ്ങളിൽ കൂടിയാണ്. പരമഗുരു അനുവദിച്ചു തന്ന ദിവ്യജ്ഞാനങ്ങൾ, ആ ജ്ഞാനമാണ് നിങ്ങളെ ഇപ്പോഴും ഇങ്ങനെ ആ ഒത്തുചേർത്തിരുത്തിയിരിക്കുന്നത്. ജ്ഞാനമാണ് നമ്മളെ ഇപ്പോഴും ഇങ്ങനെ ഈ ഒത്തുചേർത്തിരിക്കുന്നത്. വിധത്തിലൊരു വ്രതവും ഈ വിധത്തിലൊരു വ്രതവും, ഈ വിധത്തിലൊരു തീർത്ഥാടനവും ഈ വിധത്തിലൊരു തീർത്ഥാടനവും നമ്മൾ ലോകത്തിൽ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ലോകത്തിൽ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ആത്മശുദ്ധീകരണത്തിനും ശാക്തീകരണത്തിനും വേണ്ടിയാണ്. ആത്മശുദ്ധീകരണത്തിനും ശാക്തീകരണത്തിനും വേണ്ടിയാണ്. ആത്മാവിന് ശുദ്ധി ഉണ്ടായെങ്കിലേ ശക്തി ഉണ്ടാവുകയുള്ളൂ. ആത്മാവിന് ശുദ്ധി ഉണ്ടായെങ്കിലേ ശക്തി ശക്തി ഉണ്ടായെങ്കിലേ ഗുരുരൂപം തെളിഞ്ഞു കാണുവാൻ കഴിയുകയുള്ളൂ. ശക്തി ഉണ്ടായെങ്കിലേ ഗുരുരൂപം തെളിഞ്ഞു കാണുവാൻ കാല് രണ്ടും തളർന്ന ഒരാളിന്റെ കയ്യിലോട്ട് കാല് രണ്ടും തളർന്ന ഒരാളിന്റെ കയ്യിലോട്ട് റിലേ ഓടാനുള്ള ഉപകരണം കൊടുത്തിട്ട് ഓടിക്കോളൂ എന്ന് പറഞ്ഞാൽ ഓടാൻ കഴിയുമോ? റിലേ ഓടാനുള്ള ഉപകരണം കൊടുത്തിട്ട് ഓടിക്കോളാൻ പറഞ്ഞാൽ ഓടാൻ കഴിയുമോ? ആളിനങ്ങനെ ഓടാൻ കഴിയില്ല. സാധാരണക്കാർ ഓടുന്നത് പോലെ ഓടാൻ കഴിയില്ല. സാധാരണക്കാർ ഓടുന്നത് ഇപ്പോൾ കൃത്രിമമായ ഓരോന്നൊക്കെ ചെയ്ത് പലരും ഓടുന്നുണ്ട്. കൃത്രിമമായ ഓരോന്നൊക്കെ ചെയ്തവരും ഓടും. പക്ഷേ അതൊക്കെ വെച്ചുകെട്ടലാണ്. അങ്ങനെയല്ല, സ്വാഭാവികമായി നടക്കേണ്ട കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ നടക്കണം. സ്വാഭാവികമായി നടക്കേണ്ട കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ നടക്കണം. അപ്പോൾ ആത്മാവിന്റെ ഉടമസ്ഥനെ ആത്മാവിൽ കാണണമെങ്കിൽ ആത്മാവിനൊരു ശക്തി ഉണ്ടാകണം. ആത്മാവിന്റെ ഉടമസ്ഥനെ ആത്മാവിൽ കാണണമെങ്കിൽ ആത്മാവിനൊരു ശക്തി ഉണ്ടാകണം. ഇത് വെച്ച് കെട്ടി കാണാൻ കഴിയുന്നതല്ല. വെച്ചുകെട്ടി കാണാൻ കഴിയും. കണ്ടവരെ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചു പഠിച്ചിട്ട്, കണ്ടവർ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചു പഠിച്ചിട്ട് അവരവർ കണ്ടതുപോലെ പറയാൻ കഴിയും പലർക്കും. അവരവർ കണ്ടതുപോലെ പറയാൻ കഴിയും. അത് കാഴ്ചയല്ല. കാഴ്ചയല്ല. കാഴ്ച ആത്മാവിലുണ്ടാകണം. കാഴ്ച ആത്മാവിൽ അതിന് ശക്തി വർദ്ധിക്കണം. ശക്തി വർദ്ധിക്കുമ്പോഴേ സ്വയം പ്രകാശം ഉണ്ടാവുകയുള്ളൂ. ശക്തി വർദ്ധിക്കുമ്പോഴേ സ്വയം പ്രകാശം കണ്ടെങ്കിലേ ഗുരുവിന്റെ രൂപം കാണാൻ കഴിയുള്ളൂ. പ്രകാശം കണ്ടെങ്കിലേ ഗുരുവിന്റെ രൂപം ആ സ്വയം പ്രകാശത്തെ സ്വയം പ്രകാശം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെ തെളിയിക്കുവാനുള്ള അറിവുകളാണ് ആത്മനാഥൻ ദാനം ചെയ്യുന്നത്. ഓരോരുത്തരുടെ ഉള്ളിൽ തന്നെ തെളിയിക്കുവാനുള്ള അറിവുകളാണ് ആത്മനാഥൻ ദാനം ചെയ്യുന്നത്. അത് ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തി കളയരുത്. ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തി ഈ നിയമങ്ങളൊക്കെ പാലിക്കുക.
പാലിക്കുമ്പോ നിയമങ്ങളൊക്കെ പാലിക്കുമ്പോൾ അവരവരുടെ ഇഷ്ടമനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് വെച്ച് ചേർക്കൽ ചെയ്താൽ, അവരവരുടെ ഇഷ്ടമനുസരിച്ച് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ വെച്ച് ചേർക്കൽ ചെയ്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറവ് ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവ് ചെയ്താൽ ഒരിക്കലും അത് പൂർണ്ണമാകുന്നതല്ല. ഒരിക്കലും അത് പൂർണ്ണമാകുന്നതല്ല. ഇപ്പൊ 123 എന്നൊരു സംഖ്യ എഴുതുമ്പോ 123 എന്നൊരു സംഖ്യ എഴുതുമ്പോൾ ഏതായാലും 1, 2, 3 അതിനകത്തുണ്ടല്ലോ. ഏതായാലും 1, 2, 3 അതിനകത്ത് ആ 3 ആദ്യം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ സംഖ്യ എന്തായി മാറും? 3 ആദ്യം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ സംഖ്യ അത് എന്തായി മാറും? 312 മാറും. അത് 312 ആയി മാറും. ഉപയോഗിക്കേണ്ടതും ആവശ്യവും 123 ആണ്. ഉപയോഗിക്കേണ്ടതും ആവശ്യവും 123. അത് ഈ 3 സംഖ്യയും അതിലുണ്ടല്ലോ എന്ന് കരുതി ഇഷ്ടമുള്ളിടത്ത് എഴുതിയാൽ 3 സംഖ്യകൾ ഉണ്ടല്ലോ എന്ന് കരുതി ഇഷ്ടമുള്ളിടത്ത് എഴുതിയാൽ ആ സംഖ്യ മാറുന്നു, ആ സംഖ്യ മാറും. അതിന്റെ വില മാറുന്നു, അതിന്റെ വില മാറും. അതിന്റെ ഉപയോഗം മാറുന്നു, അതിന്റെ ഉപയോഗം മാറും. പല വിധത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകും. പലവിധത്തിലുള്ള കുഴപ്പങ്ങൾ. ഇതുപോലെ ഇതുപോലെ സർവശക്തനാകുന്ന ജഗദീശ്വരൻ ഓരോ ആത്മാവിന്റെയും പരിശുദ്ധിക്ക് വേണ്ടി നൽകിയ ജ്ഞാനം, സർവശക്തനാകുന്ന ജഗദീശ്വരൻ ഓരോ ആത്മാവിന്റെയും പരിശുദ്ധിക്ക് വേണ്ടി നൽകിയ ജ്ഞാനം അതിനെ അവരവരുടെ ഇഷ്ടത്തിന് വളച്ചൊടിച്ചാൽ അതിനെ അവരവരുടെ ഇഷ്ടത്തിന് വളച്ചൊടിച്ചാൽ ഒരിക്കലും അതിന്റെ പരിപൂർണ ഫലം ലഭിക്കുകയില്ല. ഒരിക്കലും അതിന്റെ പരിപൂർണ്ണ ഫലം ലഭിക്കില്ല. ജന്മപാപം എങ്ങനെയുണ്ടായി എന്നും ജന്മപാപം എങ്ങനെ ഉണ്ടായി, കർമ്മദോഷം എങ്ങനെയുണ്ടായി എന്നും കർമ്മദോഷം എങ്ങനെ ഉണ്ടായി, ജീവനാശം എങ്ങനെയുണ്ടായി എന്നും ജീവനാശം എങ്ങനെ ഉണ്ടായി, തിരിച്ചറിയുവാൻ കഴിവുള്ളത് ജഗദീശ്വരന് മാത്രമാണ്. തിരിച്ചറിയുവാൻ കഴിവുള്ളത് ആ ജഗദീശ്വരൻ. ജഗദീശ്വരൻ ഉദയമായി വന്നു നിന്നുകൊണ്ടാണ് ആ ജഗദീശ്വരൻ ഉദയമായി വന്നു. ജന്മപാപം കർമ്മദോഷം ജീവനാശം തീർത്തിടുവാൻ ജന്മിയായ ജഗദീശൻ ഗുരുവായി വന്നു. ജന്മപാപം കർമ്മദോഷം ജീവനാശം തീർത്തിടുവാൻ ജന്മിയാകും ജഗദീശൻ ഗുരുവായി വന്നു. ഗുരുനാഥൻ ഉദയമായി വന്ന അറിവുകൾ ദാനം ചെയ്യുമ്പോ ഗുരുനാഥൻ ഉദയമായി വന്ന അറിവുകൾ ദാനം ചെയ്യും. ഇതിനേക്കാളൊക്കെ കാര്യങ്ങൾ എനിക്കറിയാമെന്ന് സ്വയം ചിന്തിച്ചാൽ അതിനേക്കാളൊക്കെ കാര്യങ്ങൾ എനിക്കറിയാമെന്ന് സ്വയം ഇതിൽ ചിന്തിച്ചാൽ അന്തർലീനമായിരിക്കുന്ന ദോഷവശങ്ങളെ പറ്റി തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യർക്കില്ല. അന്തർലീനമായിരിക്കുന്ന ദോഷവശങ്ങളെ പറ്റി തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യൻ. അങ്ങനെ കഴിവുണ്ടായിരുന്നുവെങ്കിൽ സ്വയം രക്ഷിക്കാനുള്ള കഴിവ് ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കഴിവുണ്ടായിരുന്നെങ്കിൽ സ്വയം രക്ഷിക്കുവാനുള്ള കഴിവ് ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ആ കഴിവും ആ അറിവും നഷ്ടമായി പോയതുകൊണ്ടാണ് ആ കഴിവും ആ അറിവും നഷ്ടമായി പോയതുകൊണ്ടാണ് ഈ അറിവും ഈ കഴിവും നൽകുവാൻ ആലോകനാഥൻ ഉദയമായി ഈ ലോകത്തിൽ വാഴുന്നത്. ഈ അറിവും ഈ കഴിവും ദാനം ചെയ്യുവാൻ ആലോകനാഥൻ ഉദയമായി ഈ ലോകത്തിൽ വാഴുന്നു. അപ്പോൾ പിന്നെ അതിനെ വിമർശിക്കാനോ വളച്ചൊടിക്കാനോ അതിനേക്കാൾ വലിയ അറിവൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് തീരുമാനിക്കാനോ ഇരുന്നാൽ പിന്നെ അതിനേക്കാൾ വലിയ അറിവ് എന്റെ കയ്യിൽ ഉണ്ടെന്നൊക്കെ തീരുമാനിക്കാനിരുന്നാൽ ആ ഒരു വിധത്തിലും ഈ അറിവ് വേണ്ട വിധത്തിൽ പ്രശോഭിക്കുകയുമില്ല, ഗുണമുണ്ടാവുകയുമില്ല. വേണ്ട വിധത്തിൽ ഈ അറിവ് പ്രശോഭിക്കുകയുമില്ല, ഗുണമുണ്ടാവുകയുമില്ല. അപ്പോൾ എന്താവും സംഭവിക്കുന്നത്? ദോഷങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, ദോഷങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, ഇരുട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, ഇരുട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, അന്ധകാരം വർദ്ധിച്ചുകൊണ്ടിരിക്കും, അന്ധകാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, അധമ പ്രവർത്തികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അധമ പ്രവൃത്തികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നും ഈ നരകത്തിൽ തന്നെ കഴിയുവാനിടയാകും. എന്നും ഈ നരകത്തിൽ തന്നെ കഴിയുവാനിടയാകും. നമ്മളെ നരകം നീക്കി രക്ഷിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ നമ്മളെ നരകം നീക്കി രക്ഷിച്ച് സ്വർഗത്തിൽ എത്തിക്കുവാൻ സ്വർഗനാഥൻ വന്ന് ഈ വിധത്തിൽ അറിവുകൾ ദാനം ചെയ്യുമ്പോൾ സ്വർഗനാഥൻ വന്ന് ഈ വിധത്തിൽ അറിവുകൾ ദാനം ചെയ്യുന്നു. അണുവിട പോലും മാറ്റം വരുത്താതെ അതിനെ അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായി തീരുമാനിക്കേണ്ടത്. അണുവിടെ പോലും മാറ്റം വരുത്താതെ അതിനെ അനുഷ്ഠിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനമായി ആ തീരുമാനമാണ് ഭക്തി എന്ന് പറയുന്നത്. ആ തീരുമാനമാണ് ഭക്തി എന്ന് ആ തീരുമാനമാണ് വ്രതം എന്ന് പറയുന്നത്. ആ തീരുമാനമാണ് വ്രതം എന്ന് അങ്ങനെ വ്രതം എടുക്കുമ്പോഴാണ്, അങ്ങനെ ഭക്തിയോടുകൂടി ജീവിക്കുമ്പോഴാണ് ഭക്തിയോടുകൂടി ജീവിക്കുമ്പോഴാണ് ഉന്നതമായ ആശ്വാസം ആത്മാവിൽ അനുഭവമാകുന്നത്. ഉന്നതമായ ആശ്വാസം ആത്മാവിൽ ആശ്വാസത്തിൽ നിന്നാണ് ശക്തിയും മുക്തിയും ഒക്കെ ലഭിക്കുന്നത്. ആശ്വാസത്തിൽ നിന്നാണ് ശക്തിയും മുക്തിയും ഒക്കെ ലഭിക്കുന്നത്. അപ്പോൾ ആശ്വാസം തേടി ആത്മനാഥന്റെ അടുത്ത് എത്തിയവരാണ് നിങ്ങൾ ഓരോരുത്തരും. ആശ്വാസം തേടി ആത്മനാഥന്റെ അടുത്ത് എത്തിയവരാണ് നമ്മൾ. ഈ ആശ്വാസത്തിന്റെ വഴിയെ മറന്നു പോകാതെ ഈ ആശ്വാസത്തിന്റെ വഴിയെ മറന്നു പോകാതെ എപ്പോഴും തിരുവിഷ്ടങ്ങൾ ചെയ്തു മാത്രം ജീവിതം ചെയ്യുവാൻ എപ്പോഴും തിരുവിഷ്ടം ചെയ്ത് മാത്രം ജീവിതം ചെയ്യുക ഓരോരുത്തരും തീരുമാനമെടുക്കണം. ഓരോരുത്തരും തീരുമാനം ഇപ്പോൾ ഈ വ്രതശുദ്ധിയോടുകൂടി നിൽക്കുന്ന ഈ അവസരത്തിൽ ഇപ്പോൾ ഈ വ്രതശുദ്ധിയോടുകൂടി നിൽക്കുന്ന ഈ അവസരം ഓരോ ഹൃദയങ്ങളും തീരുമാനിക്കുക, ഓരോ ഹൃദയങ്ങളും തീരുമാനിക്കുക. എന്റെ ഗുരുവിന്റെ ഇഷ്ടം ചെയ്ത് ലോകത്തിൽ ഞാൻ ജീവിതം ചെയ്യും. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്ത് ഞാൻ ലോകത്തിൽ ജീവിതം അങ്ങനെ ചെയ്യും. ജീവിച്ചെങ്കിൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ. അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ. അങ്ങനെ പരിപൂർണമായും തീരുമാനിക്കുന്നവരൊന്ന് കൈ ഉയർത്തിക്കണ്ട.
ഇത് തീർച്ചയായുള്ള തീരുമാനമായിരിക്കണം. ഇത് തീർച്ചയായുള്ള തീരുമാനം. ഒരു മാറ്റവും ഇതിന് വരുത്താൻ പാടില്ല. മാറ്റവും ഇതിന് വരുത്തുവാൻ പാടില്ല. ഈ വ്രതശുദ്ധിയോടുകൂടി വന്നപ്പോൾ വ്രതശുദ്ധിയോടുകൂടി വന്നപ്പോൾ പല ആത്മാക്കളും പല ആത്മാക്കളും ദൂരെ നിന്ന് എന്റെ മുഖം കണ്ടപ്പോഴേ പലരുടെയും ഹൃദയം നിറഞ്ഞു. ദൂരെ നിന്ന് തിരുമുഖം കണ്ടപ്പോഴേ പലരുടെയും ഹൃദയം നിറഞ്ഞു. അത് കണ്ണുകളിലൂടെ ഒഴുകി, അത് കണ്ണുകളിലൂടെ ഒഴുകി, വിതുമ്പി, വിതുമ്പി, ഗദ്ഗതകണ്ഠരായി, അങ്ങനെ പലവിധ അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും ഉണ്ടായത്. അങ്ങനെ പലവിധ അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും അതിന് ഉണ്ടായത്. മുമ്പ് കണ്ടപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നില്ല. മുമ്പ് കണ്ടപ്പോൾ ഇത്രയും ഈ വ്രതം എടുത്തുകൊണ്ട് വന്നപ്പോൾ അത് അനുഭവമായി വരുന്നു. ആ വ്രതം എടുത്തുകൊണ്ട് വന്നപ്പോൾ അത് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? വ്രതം എടുത്തുകൊണ്ട് വന്നപ്പോൾ ഭഗവാൻ ശക്തിയായിട്ടിരുന്നതാണോ? വ്രതം എടുത്തുകൊണ്ട് വന്നപ്പോൾ ഭഗവാൻ ശക്തിയായി. അത് വ്രതം എടുക്കാതെ വന്നപ്പോൾ ഭഗവാന് ശക്തി കുറവായിരുന്നോ? വ്രതം എടുക്കാതെ വന്നപ്പോൾ ഭഗവാൻ ശക്തി കുറവായി. ഭഗവാന്റെ ശക്തിക്ക് ഒരു കുറവും അന്നും ഇന്നും ഉണ്ടായിട്ടില്ല. ഭഗവാൻ ശക്തിക്ക് ഒരു കുറവും അന്നും ഇന്നും ഉണ്ടായിട്ടില്ല. ഇനി ഒരു കാലത്തും ഉണ്ടാവുകയുമില്ല. ഒരു കാലത്തും ഉണ്ടാവുകയും പിന്നെ ഇത് കാണാനുള്ള കാഴ്ച, അനുഭവിക്കാനുള്ള അറിവ്, ഇത് കാണാനുള്ള കാഴ്ച, അനുഭവിക്കുവാനുള്ള അറിവ്, അത് ഹൃദയവിശാലതയിൽ കൂടി നിങ്ങളുടെ വ്രതശുദ്ധിയിലൂടെ ആർജിച്ചെടുക്കേണ്ടതാണ്. അത് ഹൃദയവിശാലതയിൽ കൂടി നമ്മുടെ വ്രതശുദ്ധിയിൽ കൂടി ആർജിച്ചെടുക്കേണ്ടതാണ്. ആ വ്രതശുദ്ധിയുടെ ഫലമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് സുഖവും ആനന്ദവും അനുഭവമായത്. ആ വ്രതശുദ്ധിയുടെ ഫലമാണ് പെട്ടെന്ന് സുഖവും ആനന്ദവും അനുഭവമായത്. അങ്ങനെ അനുഭവമായി എന്നുള്ളത് സത്യമാണോ? ആണോ? എന്നാ ഒന്ന് കൈയടിക്കാം. ആനന്ദിക്കാം ആത്മാക്കൾ, ആനന്ദിക്കാം ആത്മാക്കൾ, താപത്തൊന്നും കൂടാതെ ആനന്ദിക്കാം ആത്മാക്കൾ, ആനന്ദിക്കാം ആത്മാക്കൾ, ആനന്ദിക്കാം ആത്മാക്കൾ, താപത്തൊന്നും കൂടാതെ ആനന്ദിക്കാം ആത്മാക്കൾ. ഓ, എന്നും ആനന്ദമായി ജീവിക്കുവാൻ എന്നും ആനന്ദമായി ജീവിക്കും. സർവശക്തി തന്ന ഈ നിയമങ്ങൾ സർവശക്തി തന്ന ഈ നിയമം അത് 12 വെള്ളിയാഴ്ച മാത്രമല്ല, 12 വെള്ളിയാഴ്ച നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും വിശുദ്ധ ദിനമാണ്. നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും വിശുദ്ധ ദിനമാണ്. 4 നാൾ ആചാരം 3 നാൾ വിശുദ്ധവ്രതം എന്നാണ് ആത്മബോധോദയ സംഘത്തിന്റെ നിയമം. 4 നാൾ ആചാരം 3 നാൾ വിശുദ്ധ വ്രതം എന്നാണ് ആത്മബോധോദയ സംഘത്തിൽ. അത് ആരും മറന്നു പോകരുത്. ആരും മറന്നുപോകരുത്. ഈ 12 വെള്ളിയാഴ്ച വരുമ്പോൾ 12 വെള്ളിയാഴ്ച വരുമ്പോൾ കുറച്ചുകൂടി ഒരുക്കങ്ങളും കുറച്ചുകൂടി ഒരുക്കങ്ങൾ, ആഹാരത്തിൽ ചില നിയന്ത്രണങ്ങളും ആഹാരത്തിൽ ചില നിയന്ത്രണങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ചേർത്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് വ്രതദിനമാണ്. എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ശനിയും ഞായറും നമുക്ക് വ്രതദിനമാണ്. ശനിയും ഞായറും നമുക്ക് ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടി മാത്രമാണ്. 6 ദിവസം നമ്മൾ ചെയ്ത കർമ്മങ്ങളിൽ 6 ദിവസം നമ്മൾ ചെയ്ത അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ കുറവുകളൊക്കെ പരിഹരിപ്പാൻ, അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ കുറവുകളൊക്കെ പരിഹരിപ്പാൻ ഒരു ദിവസം നമ്മൾ തിരുനാമങ്ങൾ സ്തുതിച്ച് തിരുമുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുക. ഒരു ദിവസം നമ്മൾ തിരുനാമങ്ങൾ സ്തുതിച്ച് തിരുമുമ്പാകെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ സർവ്വദോഷങ്ങളും തീരുകയും അപ്പോൾ സർവ്വദോഷങ്ങളും ജ്ഞാനാഭിഷേകം നടക്കുകയും ജ്ഞാനാഭിഷേകം ആനന്ദം അനുഭവമാവുകയും ചെയ്യും. ആനന്ദം അനുഭവമാകും. അപ്പോൾ ആത്മാവ് വീണ്ടും വീണ്ടും ഉണർവോടുകൂടി പ്രവർത്തിക്കുവാനിടയാകും. അപ്പോൾ ആത്മാവ് വീണ്ടും വീണ്ടും ഉണർവോടുകൂടി പ്രവർത്തിക്കുവാൻ അപ്പോൾ വീണ്ടും തിങ്കളാഴ്ച പുതിയ കർമ്മങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ വീണ്ടും തിങ്കളാഴ്ച പുതിയ കർമ്മങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ കൂടുതൽ ഊർജ്ജസ്വലരായി, കൂടുതൽ ഊർജ്ജസ്വലരായി, കൂടുതൽ ഉന്മേഷവാന്മാരായി, ഉന്മേഷവാന്മാരായി, കൂടുതൽ ശക്തിയോട് നിന്ന് പ്രവർത്തിക്കുവാനിടയാകും. കൂടുതൽ ശക്തിയോടുകൂടി നിന്ന് ഇതെല്ലാം പ്രവർത്തിക്കുവാൻ ഈശ്വരനാൽ നിയോഗിച്ച് നിലനിർത്തിയിരിക്കുന്ന ഉന്നതമായ നിയമങ്ങളാണ്. എല്ലാം ഈശ്വരനാൽ നിയോഗിച്ച് നിലനിർത്തിയിരിക്കുന്ന ഉന്നതമായ നിയമങ്ങളാണ്. അതുകൊണ്ട് ഒരു നിമിഷം പോലും നിയമത്തിൽ നിന്ന് വിട്ടൊരു ജീവിതം നിങ്ങൾ ആരും ചിന്തിക്കുക പോലും ചെയ്യരുത്. അതുകൊണ്ട് നീ ഒരിക്കലും നിയമത്തിൽ നിന്ന് വിട്ടൊരു ജീവിതം നമ്മൾ ആരും ചിന്തിക്കുക പോലും ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ സർവപ്രകാരേണയും എന്ന് പറഞ്ഞാൽ സർവ്വപ്രകാരം സത്യം മാത്രം പാലിച്ച് ജീവിതം ചെയ്യുക. സത്യം മാത്രം പാലിച്ച് ജീവിക്കുക. സത്യത്തിൽ നിന്ന് വിട്ടുപോയാൽ നിയമത്തിൽ നിന്ന് വിട്ടുപോയി എന്നാണ്. സത്യത്തിൽ നിന്ന് വിട്ടുപോയാൽ നിയമത്തിൽ നിന്ന് വിട്ടുപോയി. സത്യവിരുദ്ധമായ ഒരു കർമ്മം ചെയ്താൽ ആ ആൾ നിയമത്തിൽ നിന്ന് വിട്ടു എന്നാണ്. സത്യവിരുദ്ധമായ ഒരു കർമ്മം ചെയ്താൽ ആ ആൾ നിയമത്തിൽ നിന്ന് വിട്ടു. ആ ആളിന് പിന്നെ ദൂതന്മാരാലുള്ള കാവലുണ്ടാവുകയില്ല. ആ ആളിന് പിന്നെ ദൂതന്മാരാലുള്ള കാവലുണ്ടാവുകയില്ല. പിന്നെ ദൈവശക്തി അവരെ ദർശിക്കുകയില്ല. പിന്നെ ദൈവശക്തി അവരെ ദർശിക്കും. ആപത്തനർത്ഥങ്ങളും ദുഃഖദുരിതങ്ങളും രോഗപീഠകളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആപത്തനർത്ഥങ്ങളും ദുഃഖദുരിതങ്ങളും രോഗപീഠകളും വർദ്ധിച്ചുകൊണ്ടേ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത രോഗങ്ങളോ അതുകൊണ്ട് ആവശ്യമില്ലാത്ത രോഗങ്ങളോ ദുഃഖങ്ങളോ ആപത്തുകളോ അനർത്ഥങ്ങളോ അപകടങ്ങളോ ആരും വരുത്തി വെക്കരുത്. ആരും വരുത്തിവെക്കരുത്. എപ്പോഴും ധ്യാനിച്ചും എപ്പോഴും ധ്യാനിച്ചും ചിന്തിച്ചും മോഹിച്ചും ഭഗവാനോട് ചേർന്ന് ജീവിതം ചെയ്യുവാൻ ഓരോരുത്തരും തീരുമാനിക്കുക. ഭഗവാനോട് ചേർന്ന് ജീവിതം ചെയ്യുവാൻ ഓരോരുത്തരും തീരുമാനിക്കുക.
തീരുമാനിക്കുക. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ സുഖവും ആനന്ദവും ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ സുഖവും നമുക്ക് എപ്പോഴും അനുഭവിക്കാൻ കഴിയുന്നതാണ്. നമുക്ക് എപ്പോഴും അനുഭവിക്കാൻ കഴിയും. എങ്ങനെയാണെങ്കിൽ സദ്ഗുരുവുമായി ചേർന്ന് എപ്പോഴും ജീവിക്കുകയാണെങ്കിൽ. സദ്ഗുരുവുമായി ചേർന്ന് എപ്പോഴും ജീവിക്കുക. എങ്ങനെയാണ് സദ്ഗുരുവുമായി എപ്പോഴും ചേർന്ന് ജീവിക്കുന്നത്? എങ്ങനെയാണ് സദ്ഗുരുവുമായി എപ്പോഴും ചേർന്ന് എല്ലാവർക്കും എപ്പോഴും വന്ന് ഈ ആശ്രമത്തിനുള്ളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കാര്യമാണോ പറയുന്നത്? എല്ലായ്പ്പോഴും വന്ന് ഈ ആശ്രമത്തിനുള്ളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അല്ല. അല്ല. ഹൃദയ പൂജകൾ ചെയ്തു ഗുരുവിനെ സ്തുതിച്ചു കൊള്ളുക. 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 നിഷ്കളങ്ക ഹൃദയത്തിൽ കളിയാടും ഗുരുനാഥൻ. നിഷ്കളങ്ക ഹൃദയത്തിൽ കളിയാടും ഗുരുനാഥൻ. ഹൃദയ പൂജകൾ ചെയ്തു ഗുരുവിനെ സ്തുതിച്ചു കൊള്ളുക. ഹൃദയ പൂജകൾ ചെയ്തു ഗുരുവിനെ സ്തുതിച്ചു കൊള്ളുക. നിഷ്കളങ്ക ഹൃദയത്തിൽ കളിയാടും ഗുരുനാഥൻ. നിഷ്കളങ്ക ഹൃദയത്തിൽ കളിയാടും ഗുരുനാഥൻ. കളങ്കമില്ലാത്ത ഉള്ളിൽ കളിയാടും ജഗദീശൻ. കളങ്കമില്ലാത്ത ഉള്ളിൽ കളിയാടും ജഗദീശൻ. കളങ്കമില്ലാത്ത ഉള്ളിൽ കളിയാടും ജഗദീശൻ. കളങ്കമില്ലാത്ത ഉള്ളിൽ കളിയാടും ജഗദീശൻ. കളങ്കമില്ലാത്ത ജ്ഞാനം അതിനായി നൽകിയിടുന്നു. കളങ്കമില്ലാത്ത ജ്ഞാനം അതിനായി നൽകിയിടുന്നു. കളങ്കമില്ലാത്ത ഉള്ളിൽ കളിയാടും ജഗദീശൻ. കളങ്കമില്ലാത്ത ഉള്ളിൽ കളിയാടും ജഗദീശൻ. കളങ്കമില്ലാത്ത ജ്ഞാനം അതിനായി നൽകിയിടുന്നു. കളങ്കമില്ലാത്ത ജ്ഞാനം അതിനായി നൽകിയിടുന്നു. കളങ്കമില്ലാത്ത ജ്ഞാനം അനുസരിച്ചു ജീവിച്ചാൽ. കളങ്കമില്ലാത്ത ജ്ഞാനം അനുസരിച്ചു ജീവിച്ചാൽ. കളങ്കമില്ലാത്ത ജ്ഞാനം അനുസരിച്ചു ജീവിച്ചാൽ. കളങ്കമില്ലാത്ത ജ്ഞാനം അനുസരിച്ചു ജീവിച്ചാൽ. ഹൃദയ ശുദ്ധിയുണ്ടാകും. ഹൃദയേശൻ കളിയാടും. ഹൃദയ ശുദ്ധിയുണ്ടാകും. ഹൃദയേശൻ കളിയാടും. കളങ്കമില്ലാത്ത ജ്ഞാനം അനുസരിച്ചു ജീവിച്ചാൽ. കളങ്കമില്ലാത്ത ജ്ഞാനം അനുസരിച്ചു ജീവിച്ചാൽ. ഹൃദയം ശുദ്ധയുണ്ടാകും. ഹൃദയേശൻ കളിയാടും. അപ്പോൾ നിഷ്കളങ്ക ജ്ഞാനം ഗ്രഹിച്ച് ഹൃദയം ശുദ്ധമാക്കിയെങ്കിൽ മാത്രമേ നിഷ്കളങ്ക ജ്ഞാനം ഗ്രഹിച്ച് ഹൃദയം ശുദ്ധമാക്കിയെങ്കിൽ മാത്രമേ ഹൃദയേശനെ അകതാരിൽ കാണുവാൻ കഴിയുള്ളൂ. ഹൃദയേശനെ അകാര്യം കാണുക. അങ്ങനെ കാണുന്നവർക്ക് അങ്ങനെ കാണുന്നവർക്ക് എപ്പോഴും ഈ സുഖത്തിൽ തന്നെയാണ് അവരുടെ ജീവിതം. എപ്പോഴും ഈ സുഖത്തിൽ തന്നെയാണ് അവരുടെ ലോകഭാരങ്ങൾ പലതും അവരോടുകൂടി വന്നു എന്നിരിക്കും. ലോകഭാരങ്ങൾ പലതും അവരോടുകൂടി വന്നെന്നിരിക്കും. പല വിധത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അവരുടെ മുന്നിൽ പ്രതിബന്ധമായി വന്നു എന്നിരിക്കും. പലവിധത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അവരുടെ മുമ്പിൽ പ്രതിബന്ധങ്ങളായി വന്നു. പക്ഷേ ഈ സുഖം ഇങ്ങനെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് പക്ഷേ ഈ സുഖം ഇങ്ങനെ ഉള്ളിലിരിക്കുന്നത് എല്ലാം വളരെ കൗതുകത്തോടുകൂടി നേരിടാനുള്ള ശക്തി ഉണ്ടാകും. എല്ലാം വളരെ കൗതുകത്തോടുകൂടി നേരിടുവാനുള്ള ശക്തി ഉണ്ടാകും. നല്ല പ്രകാശമുള്ള ഒരു ടോർച്ചോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു വിളക്കോ കയ്യിലുണ്ടെങ്കിൽ, നല്ല പ്രകാശമുള്ള ഒരു ടോർച്ചോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു വിളക്കോ കയ്യിലുണ്ടെങ്കിൽ, എത്ര കുറ്റിരുട്ടായാലും നമുക്ക് അനായാസേന
തന്നെ യാത്ര ചെയ്യാൻ പറ്റും. എത്ര കുറ്റിനിട്ടായാലും നമുക്ക് അനായാസേന യാത്ര ചെയ്യാൻ ഇനി ഇരുട്ടിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇരുട്ടിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ട്? വെളിച്ചം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇതുപോലെയാണ് സൽഗുരുവിന്റെ സൽപ്രകാശം ആത്മാവിൽ ഭവിച്ചു കഴിഞ്ഞാൽ ഒരു ദുഃഖങ്ങളെയും പിന്നെ നമുക്ക് ഭയം ഉണ്ടാകുന്നില്ല. അതാണ് അഭയം എന്ന് പറയുന്നത്. ഈ അഭയം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പലർക്കും അറിയില്ല. ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് ആത്മാവിനെ വളർത്തുക എന്നുള്ളതാണ് അഭയം എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴും കീർത്തിക്കുന്ന ഒരു കീർത്തനമുണ്ട്. ആരും ഒരു ആശ്രയമില്ലാതെ അലഞ്ഞ ഒരു കാലം അഭയം നൽകിയ എന്റെ അഖിലേശ്വര. ആരും ആശ്രയമില്ലാതെ വലഞ്ഞ സമയത്ത് ഉള്ളിലെ അവസ്ഥ എന്തായിരുന്നു? ഭയം മാത്രമായിരുന്നു. എവിടെ പോകും, ആര് സംരക്ഷിക്കും, ആര് രക്ഷിക്കും, ഏതു വിധത്തിൽ ജീവിക്കും, ഇങ്ങനെയൊക്കെയുള്ള ആ ഭയ ആകുലതകൾ നിറഞ്ഞു നിന്ന സമയത്ത് എല്ലാവരെയും കൂടി ഇവിടെ വളർത്തിയതാണോ? അല്ല. ഈ സത്യം ഉപദേശിച്ച് സൽക്കർമ്മ വഴികളെ ദാനം ചെയ്തപ്പോൾ നിത്യജീവിതത്തിനുള്ള ശക്തി അവരവരിൽ തന്നെ ഉണ്ടായി. ആരും ഒരു ആശ്രയം ഇല്ലാതെ അലഞ്ഞൊരു കാലമോ അഭയം നൽകിയ എന്റെ അഖിലേശ്വര. ആ ഭയമില്ലാത്ത അവസ്ഥ ആത്മാവിൽ വരുത്തി വെക്കുവാൻ ആർക്ക് കഴിവുണ്ട്? സദ്ഗുരുവിന് കഴിവുണ്ട്. തന്റെ ജ്ഞാനത്തിന് കഴിവുണ്ട്. തന്റെ നിയമത്തിന് കഴിവുണ്ട്. അതുകൊണ്ട് നിയമം പാലിക്കണം ആത്മാക്കളെ, നാമം സ്തുതിക്കണം ആത്മാക്കളെ. നിയമം പാലിക്കണം നിയമം പാലിക്കണം ആത്മാക്കളെ, നാമം സ്തുതിക്കണം ആത്മാക്കളെ. നിയമം പാലിക്കണം നിയമജ്ഞനീശ്വരനുള്ളിൽ വാഴാൻ ഹൃദയമൊരുക്കണം ആത്മാക്കളെ. നിയമജ്ഞനീശ്വരൻ ഉള്ളിൽ വാഴാൻ ഹൃദയമൊരുക്കണം ആത്മാക്കളെ. നിയമം പാലിക്കണം ആത്മാക്കളെ, നാമം സ്തുതിക്കണം ആത്മാക്കളെ. നിയമം പാലിക്കണം നിയമജ്ഞനീശ്വരൻ ഉള്ളിൽ വാഴാൻ ഹൃദയമൊരുക്കണം ആത്മാക്കളെ. നിയമം
സദ്ഗുരു സദ്ഗുരുപാദത്തിൽ ആശ്രയിച്ചാൽ നിഷ്കളങ്ക ജ്ഞാനം ദാനം ചെയ്യൂ. സദ്ഗുരു നിഷ്കളങ്ക ജ്ഞാനം സ്വീകരിച്ചാൽ നിത്യാനന്ദത്തിൽ ചെന്നെത്തിച്ചേരാം. നിഷ്കളങ്ക ജ്ഞാനം സ്വീകരിച്ചാൽ നിത്യാനന്ദത്തിൽ ചെന്നെത്തിച്ചേരാം. എത്തിച്ചേരാം, ആർക്കും എത്തിച്ചേരാം, നിത്യാനന്ദത്തിലങ്ങ് എത്തിച്ചേരാം. എത്തിച്ചേരാം, ആർക്കും എത്തിച്ചേരാം, നിത്യാനന്ദത്തിലങ്ങ് എത്തിച്ചേരാം. സത്യശുഭാനന്ദ പാദത്തിൽ ജീവിച്ച നിത്യാനന്ദത്തിൽ അങ്ങെത്തിച്ചേരാം. സത്യശുഭാനന്ദ പാദത്തിൽ ജീവിച്ച നിത്യാനന്ദത്തിൽ അങ്ങെത്തിച്ചേരാം. എത്തിച്ചേരാം, ആർക്കും എത്തിച്ചേരാം, നിത്യാനന്ദത്തിൽ അങ്ങ് എത്തിച്ചേരാം. നിഷ്കളങ്ക ജ്ഞാനം സ്വീകരിച്ചാൽ നിത്യാനന്ദത്തിൽ അങ്ങ് എത്തിച്ചേരാം. എത്തിച്ചേരാം, ആർക്കും എത്തിച്ചേരാം, നിത്യാനന്ദത്തിൽ അങ്ങ് എത്തിച്ചേരാം. സത്യശുഭാനന്ദ പാദത്തിൽ ജീവിച്ച നിത്യാനന്ദത്തിൽ അങ്ങ് എത്തിച്ചേരാം. സത്യശുഭാനന്ദ പാദത്തിൽ ജീവിച്ച നിത്യാനന്ദത്തിൽ അങ്ങ് എത്തിച്ചേരാം. അപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ നിത്യാനന്ദത്തിലെത്താൻ. ഒറ്റ വഴിയേ ഉള്ളൂ നിത്യാനന്ദത്തിലെത്താൻ. അതെന്താണ്? എന്താണ് ആ ഒറ്റ വഴി? ഭജി ഭജി മാനസമേ സദ്ഗുരുപാദം, ഭജി ഭജി മാനസമേ. भज भज मानस में सद्गुरु
ഭജി മാനസമേ ഭജി ഭജി ഇതാ തീരുമാനിച്ച് നമ്മൾ സത്യം ചെയ്തത്. ഇതാണ് തീരുമാനിച്ച് നമ്മൾ സത്യം ചെയ്തത്. മരണക്കിടക്ക വരെയും മരണക്കിടക്ക വരെ ഈ സത്യം പാലിച്ച് ജീവിച്ചു കൊള്ളാം എന്നാണ് സത്യം ചെയ്തത്. സത്യം പാലിച്ച് ജീവിച്ചുകൊള്ളാം എന്നാണ് നമ്മൾ സത്യം. ഇതിൽ നിന്ന് മാറ്റം വരുമ്പോഴാണ് പല വിധത്തിലുള്ള പോരായ്മകൾ ജീവിതത്തിൽ അനുഭവമാകുന്നത്. ഇതിൽ നിന്ന് മാറ്റം വരുമ്പോഴാണ് പല വിധത്തിലുള്ള പോരായ്മകൾ ജീവിതത്തിൽ അനുഭവമാകുന്നത്. ദുഃഖമുണ്ടാകും, ദോഷങ്ങളുണ്ടാകും, രോഗങ്ങളുണ്ടാകും, ആപത്തുകളുണ്ടാകും, അനർത്ഥങ്ങളുണ്ടാകും. ഒരു ദുഃഖവും താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാകും. ഒരു ദുഃഖവും താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നിങ്ങൾക്കൊക്കെ വളരെ സുപരിചിതമായ ഒരു കഥയാണ് ശ്രീരാമൻ വനവാസത്തിന് പോയ കഥ. നമുക്കെല്ലാം ഏറ്റവും സുപരിചിതമായ ഒരു കഥയാണ് ശ്രീരാമ ഭഗവാൻ വനവാസത്തിന് പോയ കഥ. എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറായി. കഥ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയ താല്പര്യമാണ്. ത്രേതായുഗത്തിലെ അവതാരമാണ് ശ്രീരാമചന്ദ്രൻ. ത്രേതായുഗത്തിലെ അവതാരമാണ് ശ്രീരാമചന്ദ്രൻ. ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോകേണ്ടി വന്നു. ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോകാൻ എന്തിന്? അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നതിന് വേണ്ടി. അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നതിന് വേണ്ടി. അന്ന് വാക്കിനും ഈ വിധത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ സത്യമുള്ള കാലമായിരുന്നു. വാക്കിനും ഈ വിധത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ സത്യമുള്ള കാലമായിരുന്നു. അല്ലെങ്കിൽ പണ്ടെങ്ങോ കൊടുത്ത ഒരു വാഗ്ദാനത്തിന് അത് അന്ന് പറഞ്ഞതാ ഇനി പറ്റില്ല എന്ന് പറയും. ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ അന്ന് പറഞ്ഞതാ ഇപ്പോൾ പറ്റില്ലെന്ന് പറയും. ഇപ്പൊ ഇവനാ രാജാവാകേണ്ടതിന്റെ നിനക്ക് അന്ന് പറഞ്ഞതല്ലേ, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ എന്ന് ചോദിക്കും. പക്ഷെ അന്ന് സത്യമുള്ള കാലമായിരുന്നു. അപ്പൊ അന്ന് സ്വർഗപുരിയിൽ ദേവന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സമയത്ത് രഥത്തിന്റെ ചക്രം ഊരിപ്പോകും, കടച്ചാണി ഊരി പോകാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ കൈകേയി വിരലിട്ട് അതിനെ നിർത്തി എന്നാണ് പറയുന്നത്. അപ്പോ അന്ന് ഇത് കണ്ട് സന്തോഷിച്ച ദശരഥ മഹാരാജാവ് യുദ്ധം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിനക്ക് 2 വരം ഞാൻ തരാം, എന്ത് വേണമെങ്കിലും ചോദിച്ചോളാൻ പറഞ്ഞു. ഭർത്താവിന് ഇങ്ങനെ ഒരു ഉപകാരം ചെയ്തതിന് പ്രത്യേകിച്ച് വരം എന്ത് ചോദിക്കാനാ, ഇപ്പൊ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നീ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാനൊരു അവസരം വരുമ്പോ ചോദിച്ചോളാം എന്ന് പറഞ്ഞു. കൈകേയി അതെല്ലാം മറന്നിരിക്കുകയായിരുന്നു. അപ്പൊ ഒരാള് പതുക്കെ ചെന്ന് ഈ സമയമായപ്പോ വളഞ്ഞു തൂങ്ങിയ ഒരാൾ ചെന്ന്, മോളെ എന്താ വിഷമിച്ചിരിക്കും? വിഷമമൊന്നുമില്ല, ഞാൻ വളരെ സന്തോഷമായിട്ടിരിക്കുകയാണ്. എൻ്റെ രാമചന്ദ്രൻ്റെ അഭിഷേകം നടക്കാൻ പോവുകയല്ലേ, ഞാൻ സന്തോഷവതിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നീ ശരിക്കും സന്തോഷിക്കേണ്ടത്. പക്ഷേ ശ്രീരാമചന്ദ്രന്റെ അഭിഷേകം കണ്ടിട്ടല്ല, ഭരതൻ ആണ് നിന്റെ മകൻ, നീ അവനെയാണ് അഭിഷേകം ചെയ്യേണ്ടത്. അല്ല, മൂത്തത് ശ്രീരാമനാണ്, അവനെയാണ് അഭിഷേകം ചെയ്യേണ്ടത് എന്ന് കൈകേയി പറഞ്ഞു. പക്ഷേ മന്ധര അവിടെ കയറി പ്രവർത്തിച്ചു. മന്ധര എന്ന് പറയുന്നത് മായയുടെ പ്രവർത്തനമാണ്. എന്നാൽ വിധി അനുസരിച്ച് പല കാര്യങ്ങൾ നടക്കാനും ഉണ്ട്. കാരണം രാമൻ കാട്ടിൽ പോയെങ്കിലേ സീതയെ അപഹരിക്കാൻ പറ്റൂ. സീതയെ അപഹരിച്ചെങ്കിലേ രാവണന്റെ അടുത്ത് എത്തൂ. എങ്കിലേ രാവണനെ വധിക്കാൻ കഴിയുള്ളൂ. ഈ ലോകത്തിന്റെ അന്ധകാരാവസ്ഥകളെ വധിക്കുവാൻ ദൈവം ഒരുക്കിയ ഒരു വഴിയാണതെങ്കിലും ലോകവശാൽ ചിന്തിക്കുമ്പോൾ അവിടെ മായയാണ് പ്രവർത്തിച്ചത്. കാരണം നല്ല കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കുന്നത് മായയാണ്. അപ്പൊ ആ മന്ധര ഇങ്ങനെ പറഞ്ഞു കൈകേയിയുടെ മനസ്സ് മാറ്റി. നിങ്ങൾ പലരും ഇങ്ങനെ നല്ല കാര്യത്തിന് ഒരുങ്ങുമ്പോൾ ഈ വിധത്തിൽ ചില കാര്യങ്ങൾ വരാറില്ലേ, അല്ലേ? മനസ്സ് മാറാറില്ലേ? അങ്ങനെ മാറരുത്. നല്ല കാര്യം പലതും മുടങ്ങിപ്പോകും. പക്ഷേ അവിടെ കൈകേയി ആലസ്യയായി പള്ളിമെത്തയിൽ കിടക്കുകയാണ്. അപ്പോ ബാക്കിയുള്ളവർ എന്ന് പറഞ്ഞു, കൈകേയി ഇങ്ങനെ വളരെ വിഷമിച്ച് കിടക്കുന്നു. അപ്പൊ ദശരഥ മഹാരാജ അവിടേക്ക് കടന്നു ചെന്നു. എന്താ ദുഃഖിച്ചിരിക്കും ഭഗവതി, എന്താ ദുഃഖിച്ചിരിക്കുന്നത്? ഇപ്പൊ പറഞ്ഞു, പണ്ട് എനിക്ക് 2 വരം തന്നിട്ടുണ്ട്, അതിപ്പോ തരണം എന്ന് പറഞ്ഞു. എപ്പോ വേണമെങ്കിലും തരാമല്ലോ, എന്ത് വേണമെങ്കിലും തരാമല്ലോ, ഇപ്പൊ നമുക്ക് സന്തോഷമുള്ള സമയമല്ലേ, എന്ത് വേണമെങ്കിലും ചോദിച്ചോളാൻ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു, ഭരതനെ രാജാവായി വാഴിക്കണം. അപ്പോ ആദ്യം ഒന്ന് ഞെട്ടി. അപ്പോ പറഞ്ഞു, അല്ല, അതിന്റെ ക്രമമനുസരിച്ച് അവനല്ലേ മൂത്തപുത്രൻ, നീ അനുവദിച്ചതാണല്ലോ, പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മനംമാറ്റം? അതൊന്നും എനിക്കറിയണ്ട, ഭരതനെ രാജാവായി വാഴിക്കണം. ഒരുവിധം അദ്ദേഹം മനസ്സുകൊണ്ട്
ശ്രീരാമനോട് പറഞ്ഞ് അത് കേൾക്കും, ഇത് ചെയ്യാൻ പറ്റും എന്നൊരു തീരുമാനത്തിൽ ദശരഥൻ എത്തി. അങ്ങനെ ശ്രീരാമനോട് പറഞ്ഞ് ചെയ്യാൻ പക്ഷേ പെട്ടെന്ന് അടുത്തത് പെട്ടെന്ന് അടുത്തത് 14 വർഷം ശ്രീരാമൻ വനവാസം ചെയ്യണം, 14 വർഷം ശ്രീരാമൻ രാമനെ കാട്ടിലയക്കണമെന്ന് കേട്ടപ്പോൾ ദശരഥൻ ബോധം കെട്ട് താഴെ വീണു. രാമനെ കാട്ടിലയക്കണമെന്ന് കേട്ടപ്പോൾ ദശരഥൻ ബോധം കെട്ടു. കാരണം അത് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. താങ്ങാവുന്നതിനപ്പുറം. എന്നാൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, ദശരഥ മഹാരാജാവ് ദേവന്മാർക്ക് വേണ്ടി സ്വർഗപുരിയിൽ പോയി യുദ്ധം ചെയ്യുന്ന രാജാവായിരുന്നു. ദശരഥ മഹാരാജ ദേവന്മാർക്ക് വേണ്ടി സ്വർഗപുരിയിൽ പോയി യുദ്ധം ചെയ്യുന്നയാളായിരുന്നു. സാധാരണക്കാർക്ക് രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യാൻ പറ്റുമോ? സാധാരണക്കാർക്ക് രാക്ഷസന്മാരോട് യുദ്ധം അത്രത്തോളം കരുത്തുള്ള, അത്രത്തോളം ആത്മവീര്യമുള്ള ദശരഥൻ ഈ നിസാരമായ കാര്യം കേട്ടപ്പോൾ എന്തുകൊണ്ട് ബോധം കെട്ടു? ഈ നിസാരമായ കാര്യം കേട്ടപ്പോൾ എന്തുകൊണ്ട് ബോധം? അവിടെയാണ് ശാപഗ്രസ്തനായിരുന്ന അവസ്ഥയായിരുന്നു എന്നുള്ളത്. അവിടെയാണ് ശാപഗ്രസ്തനായിരുന്ന അവസ്ഥയായി. നായാട്ടിന് പോയ സമയത്ത് ആന വെള്ളമെടുക്കുകയാണെന്ന് കരുതി ശബ്ദം കേട്ട ദിക്കിലേക്ക് അമ്പയച്ചു. ഒരു മുനികുമാരൻ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ട മുനികുമാരന്റെ മാതാപിതാക്കൾ ദശരഥനെ ശപിക്കുന്നു. പുത്രദുഃഖത്താൽ നീയും മരിക്കാൻ ഇടയാകട്ടെ എന്ന് ശപിക്കുന്നു. അപ്പോ ശാപഗ്രസ്തനായ ദശരഥൻ മനോവീര്യം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. യുദ്ധം ചെയ്തിട്ടുണ്ട്, രാക്ഷസന്മാരെ ജയിച്ചിട്ടുണ്ട്, ദേവന്മാർക്ക് അനുകൂലമായി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് നിയമം ലംഘിച്ചു പോയി? രാജാവിന് നിയമമനുസരിച്ച് ജീവികളെ കൊല്ലാം, ഇങ്ങനെ ഒരു മുനികുമാരനെ അപായപ്പെടുത്താൻ നിയമമില്ലായിരുന്നു. അവിടെ നിയമത്തിന് ലംഘനം വന്നു. ആ ലംഘനം വന്നപ്പോൾ അത് ശാപത്തിനിടയായി. ആ ശാപം മനോവീര്യം നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ദുഃഖത്തെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിവില്ലാതെ പോയി. ആ ദുഃഖത്തോടുകൂടി അദ്ദേഹം ദേഹം ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വിധത്തിൽ നിയമത്തെറ്റുകളിൽ കൂടി മുന്നോട്ട് പോയാൽ ഒരിക്കലും ഈ ലോകത്തിലെ ദുഃഖങ്ങളെ മറികടക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. എന്നാൽ ഈ ആനന്ദമാർഗത്തിൽ ചേർന്ന് അണുവിട തെറ്റാതെ നിയമം പാലിച്ച് എപ്പോഴും മാനസാനന്ദത്തിൽ ഇങ്ങനെ ജീവിതം ചെയ്താൽ ഏത് ദുഃഖം വന്നാലും പോലെ സുഖമെന്നും ദുഃഖത്തിൽ നീതേ നിൽക്കും. വെള്ളത്തിൽ ഉന്നതനാകുന്ന ജഗദീശ്വരൻ ആത്മശുദ്ധി വരുത്തി ആത്മാനന്ദത്തിൽ എത്തിക്കുവാൻ തന്ന നിയമങ്ങൾ അണുവിട തെറ്റാതെ പാലിക്കുക. കഴിഞ്ഞ ആഴ്ചയല്ലേ വ്രതം അങ്ങോട്ട് തീർന്നപ്പോ ഈ ആഴ്ച ഇച്ചിരി കുഴപ്പമില്ല എന്നാരും ചിന്തിക്കരുത്. അപ്പൊ നാളെ 12ാമത്തെ വെള്ളിയാഴ്ച കഴിയുകയാണ്. ഇനിയിപ്പോ 2-3 വെള്ളിയാഴ്ച എങ്ങനെങ്കിലും ഒക്കെ അങ്ങ് ജീവിച്ചാൽ മതി എന്ന് തീരുമാനിക്കരുത്. നമുക്ക് എന്നും വ്രതമാണ്. ലോക ജീവിതത്തിന് തന്ന നിയമങ്ങളെ അനുസരിച്ചുള്ള വ്രതങ്ങൾ എപ്പോഴും എടുത്തിരിക്കണം. ഗൃഹസ്ഥാശ്രമ നിയമമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ സൃഷ്ടിലോകത്തെ നിലനിർത്തുന്നതിന് ആവശ്യമായ നിലയിൽ ആഹാരവും നിദ്രയും മൈഥുനവും എല്ലാം അതിന്റെ ക്രമമനുസരിച്ചും നിയമമനുസരിച്ചും ചെയ്യുന്നതിന് യാതൊരു തെറ്റുമില്ല. ഇതെല്ലാം അനാവശ്യമായും നിയമവിരുദ്ധമായും വരുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. അങ്ങനെ വരുത്തരുത്, അങ്ങനെ വരുത്തരുത്, അങ്ങനെ വരുത്തരുത്. വ്രതമെടുക്കുവിൻ ശക്തി വരട്ടുള്ളിൽ, വ്രതമെടുക്കുവിൻ ശക്തി വരട്ടുള്ളിൽ, അജ്ഞാന ലോക സംഹാരം നടത്തുവാൻ മുത്തായ ശുദ്ധ ഹൃദയം വരട്ടുള്ളിൽ, ഉത്തമമായുള്ള ജീവിതം ചെയ്യുവാൻ. ഉത്തമമായ ജീവിതം ചെയ്ത് ഉത്തമോത്തമനാകുന്ന ഗുരുവിന്റെ ഹൃദയത്തിൽ ഇടം
അനുഗ്രഹിക്കുവാൻ സർവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ആത്മപരിശുദ്ധിയോടുകൂടി സർവദാ നിങ്ങൾ ജീവിതം ചെയ്യുക. സർവശക്തിയുടെ അധിവാസം നിങ്ങളുടെ ഉള്ളും പുറവുമായ അനുഭവമാകുമാറാകട്ടെ. ഈ 12 വെള്ളിയാഴ്ച വ്രതമെടുത്ത് ഈ സന്നിധിയിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെയും വന്നു ചേർന്ന എല്ലാ സന്താനങ്ങളെയും വാളാം പ്രതി ഞാനിതാ ദർശിച്ച് അനുഗ്രഹിക്കുകയാണ്. എല്ലാ ഇരുമുടിക്കെട്ടുകളും നേർച്ചകളും കാഴ്ചവസ്തുക്കളും ഹാരങ്ങളും എല്ലാം ഞാനിതാ സ്വീകരിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ആപത്തൊഴിഞ്ഞ് ആനന്ദമായി എന്നും ജീവിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനിയും നടക്കാനുള്ള തീർത്ഥാടന കർമ്മങ്ങൾ ഉപരിയുപരിയായ ആനന്ദത്തിൽ മഹാശക്തി നടത്തുമാറാകട്ടെ. വന്നു ചേരുവാനുള്ള എല്ലാ സന്താനങ്ങളെയും സന്തോഷമായി ഇവിടെ എത്തിക്കട്ടെ. അതിനുവേണ്ടി സർവവാഹനങ്ങളും സർവവീഥികളും സർവസാഹചര്യങ്ങളും സർവപ്രകൃതികളും അതിന് തുണയായി നിലകൊള്ളട്ടെ. സർവശക്തി കാവലാകട്ടെ. പരാശക്തി കാവലാകട്ടെ. പരിശുദ്ധ ശക്തി കാവലാകട്ടെ. നിഷ്കളങ്ക ശക്തി നിങ്ങളെ സ്വീകരിക്കട്ടെ, ആനന്ദിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സർവലോകനാഥൻ, സർവശക്തൻ, കരുണാനിധി, ആനന്ദരൂപൻ, അത്ഭുത പുരുഷൻ, ഖഡ്ഗി അവതാരം ഈ ലോകത്തിൽ വാഴുന്നുവെന്ന് ആത്മലോകത്തെ അറിയിക്കുവാൻ നിർമ്മിക്കുന്ന മഹാഗോപുരം ഏറ്റവും വേഗം പൂർത്തീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും വേഗം പൂർത്തീകരിച്ച് നമുക്ക് ഒത്തുചേർന്ന് നിന്ന് ഉന്നതമായതിന്റെ ഉദ്ഘാടന കർമ്മം നടത്തുവാൻ മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി ഉന്നതമായ ഒരു ഹൃദയത്തെ, ഒരു മഹാതപസ്വിനിയെ സർവശക്തി സ്വീകരിച്ച് ആത്മദീപം എന്ന് നാമകരണം ചെയ്ത് ഇവിടെ നിലനിർത്തിയിരിക്കുന്നു. ആയുരാരോഗ്യ സൗഖ്യത്തോടെ സർവ്വതാ കാത്തു രക്ഷിക്കട്ടെ. അതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും സർവകർമ്മികളെയും അതിലേക്കായി ഇനിയും ആവശ്യമുള്ള സർവ്വസാധന സാമഗ്രികളെയും എല്ലാം ഈശ്വരൻ കരുതട്ടെ, രക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ആനന്ദിപ്പിക്കട്ടെ. സർവ്വതും ആനന്ദമയമാക്കുവാൻ സർവശക്തി നിറഞ്ഞു വാഴുമാറാകട്ടെ, നിറഞ്ഞു വാഴുമാറാകട്ടെ. ആർക്കും മതിവരാത്ത പരമാനന്ദം സർവാത്മാക്കളിലും വിതരണം ചെയ്തുകൊണ്ട് സർവശക്തി വാഴുമാറാകട്ടെ. മതിവരുമോ കണ്ണ നിന്നുടെ കളിയാട്ടം, സർവലോക സൃഷ്ടിതാവാ ജഗദീശ്വരൻ കരുണയാൽ ദാനമായി തന്ന സ്വത്ത് സർവലോക സൃഷ്ടിതാവാ ജഗദീശ്വരൻ കരുണയാൽ ദാനമായി തന്ന സ്വത്ത് അഖിലാത്മനാഥനുടെ
ചൊരിഞ്ഞതാ